ഹായ് ഫ്രണ്ട്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ ഓണററി സീസർ പുരസ്കാരത്തിന് അർഹനായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ആദ്യമായി 3 ചാമ്പ്യൻഷിപ്പുകളിൽ 50 വിക്കറ്റ് വീഴ്ത്തിയ ആദ്യ താരം അശ്വിൻ. ക്രിക്കറ്റിലെ എല്ലാ പ്രായവിഭാഗങ്ങളിലുമായി രാജ്യാന്തര സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശി. 2024 ഒക്ടോബറിൽ കൃത്രിമ കണ്ണുകൾ വികസിപ്പിച്ചെടുത്ത ഓസ്ട്രേലിയയിലെ സർവകലാശാല മോനാഷ് സർവകലാശാല പതിറ്റാണ്ടുകൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ ലോകത്ത് ആദ്യമായി ജെന്നാരിസ് ബയോണിക് വിഷൻ സിസ്റ്റം അഥവാ ബയോണിക് ഐ എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ തിരിച്ചെത്തിക്കാനുള്ള സ്പേസ് എക്സിൻ്റെ പേടകം ക്രൂ 9 ഡ്രാഗൺ ക്യാപ്സ്യൂൾ. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഇടുക്കി. അടുത്തിടെ കാരൂർ നീലകണ്ഠപിള്ളയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് കോട്ടയം. ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരത സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ക്രൂയിസ് ഭാരത് മിഷൻ MS. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ ആരതി സരിൻ. ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡൻ്റായി നിയമിതനായത് ക്രിസ് ഗോപാലകൃഷ്ണൻ. ഈ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല കണ്ണൂർ, കുറവ് ലഭിച്ചത് തിരുവനന്തപുരം. ഇന്ത്യയിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല ഈസ്റ്റ് ഖാസി ഹിൽസ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ബ്രയാൻ ലാറ തൻ്റെ ക്രിക്കറ്റ് അനുഭവങ്ങൾ ഉൾപ്പെടുത്തി 2024 പ്രസിദ്ധീകരിച്ച പുസ്തകം ലാറ ദ ഇംഗ്ലണ്ട് ക്രോണിക്കിൾസ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക പ്രതിരോധ പ്രദർശനമായ യൂറോൺവെൽ 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ്. 6 മാസം കൊണ്ട് കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കാനുള്ള യജ്ഞം മാലിന്യമുക്ത നവകേരളം ജനകീയ യജ്ഞം. ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് നേതാവായ ഹസൻ നസ്രള്ളയെ വധിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ ന്യൂ ഓർഡർ. 2024 ഒക്ടോബറിൽ ലഡാക്കിന് മേലുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, ഭരണഘടനയിലെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക, ലഡാക്കിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിയ പരിസ്ഥിതി പ്രവർത്തകൻ സോണം വാങ്ചുക്. 2024 ഒക്ടോബർ 1 25 വർഷം തികയുന്ന ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി BSNL. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ 2ാം എഡിഷൻ്റെ വേദി കൊച്ചി. അർബൻ ട്രാൻസ്പോർട്ട് ഇന്നൊവേഷനുള്ള ഹഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോ. ഉഗാണ്ടയിലെ കമ്പാലയിൽ അന്താരാഷ്ട്ര ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ഫർസാൻ നസ്രീൻ. KT ജലീലിൻ്റെ പുതിയ പുസ്തകം സ്വർഗസ്ഥനായ ഗാന്ധിജി.